സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിൻലി ക്ലാൻ ക്യാപിറ്റൽ ഫോക്കസ് ചെയ്തിട്ടാണ്. സോ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ നാളെ ആക്ച്വലി വെള്ളിയാഴ്ചയാണ്. സോ റൈഡ്സ് സ്റ്റാർട്ടാവും. സോ സ്റ്റാർട്ടിങ് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കളിക്കാൻ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. സോ അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും ദ ബെസ്റ്റ്, ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് പേഴ്സണലി നല്ല വാല്യുബിൾ ആൻഡ് വർത്തി ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കുറച്ച് ക്യാപിറ്റലിലെ ആർമി കോമ്പോസിനെ പരിചയപ്പെടുത്താനാണ്. സോ ഞാൻ ബേസിക്കലി ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ മൈനേഴ്സ് തന്നെയാണ്. സോ 9 സൂപ്പർ മൈനേഴ്സ്, 3 ബാറ്റർ റാം ആൻഡ് 3 സ്കെൽട്ടൺ സ്പെൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ് റൈഡിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽസ്. സോ നോക്കുകയാണെങ്കിൽ 1289 മെഡൽസാണ് കിട്ടിയിട്ടുള്ളത്. സോ അതിൽ 1098 അറ്റാക്കെന്നും ആൻഡ് ഡിഫൻസെന്ന് ഓൾമോസ്റ്റ് 190 ആണ് കിട്ടിയിരിക്കുന്നത്. സോ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ 6 റൈറ്റ്സ് കംപ്ലീറ്റ് ആക്കേണ്ട 56 ഡെസ്ട്രോയിഡ്, 156 അറ്റാക്സ് ആൻഡ് നോക്കുകയാണെങ്കിൽ 5 ട്രോഫി കിട്ടിയുള്ളൂ. 1 റെഡ്യൂസ് ആയില്ല, പക്ഷേ 5 ട്രോഫി കിട്ടിയുള്ളൂ. സോ നോർമൽ. സോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ട് ആക്ച്വലി സെക്കൻഡിലാണ് നിൽക്കുന്നത്. സോ അതൊക്കെയാണ് അറ്റാക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വന്ന റൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി 22 അറ്റാക്സിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ 29 അറ്റാക്സ്, 29 അറ്റാക്ക്, പിന്നെ 24 അറ്റാക്ക്, 24 അറ്റാക്ക്, 23 അറ്റാക്ക്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് ആക്ച്വലി 28K, അതിവിടെ നോക്കുകയാണെങ്കിൽ 28K ഞാൻ എടുത്തത്. സോ ഞാൻ ആക്ച്വലി എൻ്റെ ടോപ്പ് ഹയസ്റ്റ് എന്ന് പറയുന്നത് 30K ആണ്. സോ അതിന് മുകളിൽ ഞാൻ പോയിട്ടില്ല. സോ ഞാൻ എങ്ങനെയാണ് അത് ഈസിയായി എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ചലഞ്ചിട്ട് അറ്റാക്ക് എടുത്ത് കാണിച്ചു തരാം. സോ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ മൈനേഴ്സ് തന്നെയാണ്. സോ സൂപ്പർ മൈനേഴ്സിന് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചലഞ്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ ഈ ബേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി സെറ്റ് ചെയ്തൊരു ബേസാണ്. ഞാൻ ഏത് ബേസ് അറ്റാക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ സ്കെൽട്ടൺ സ്പെൽസിനെ ഒരിക്കലും നമ്മുടെ എനിക്ക് അറൗണ്ട്സ് ഉള്ളവിടെ നമ്മൾ ഇറക്കി കൊടുക്കില്ല. ഞാൻ ഇറക്കി കൊടുക്കാറെന്നുള്ളത് പറഞ്ഞാൽ ബ്ലാസ്റ്റ് ബോർഡ് പുറത്തായിരിക്കും നമ്മുടെ സ്കെൽട്ടൺ സ്പെൽസിന് ഇറക്കി കൊടുക്കുക. കാരണം ആക്ച്വലി സ്കെൽട്ടൺസ് സിമ്പിളായിട്ട് ബ്ലാസ്റ്റ് ബോർഡിനപ്പോൾ എടുത്തു തരും. അതൊക്കെയാണ് ആക്ച്വലി പ്ലാൻ. സോ ഈ ബേസിൽ അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ജയിക്കാനും അടുത്തുണ്ട്. സോ അവിടെ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ സിമ്പിളി നമ്മുടെ സ്കെൽസിനെ എല്ലാം തന്നെ കൊല്ലും. സോ എന്തായാലും ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ബേസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. സോ ആണെങ്കിൽ പല സൈഡ്സിലായിട്ടാണ് ഞാൻ ജയിക്കണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിഫൻസ് എല്ലാം തന്നെ സ്പ്ലിറ്റായ പോലെയൊക്കെയാണ്. സോ എന്തായാലും എത്രത്തോളം ഡിഫെൻഡ് ചെയ്യും, എത്രത്തോളം നമുക്ക് നന്നായി കളിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു അറ്റാക്കിൽ കാണിച്ചു തരാം. സോ കാരണം ഓൾറെഡി ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ട്. സോ നേരെ അത് അറ്റാക്ക് എടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ലോഡാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നെറ്റ് കുറച്ച് ഇടയ്ക്ക് ശോകമാണ്. സോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് സിമ്പിളായിട്ട് വാൾ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ബാറ്ററി നമുക്ക് ഉപയോഗിക്കുന്നത്, കാരണം മൈനസ് അണ്ടർഗ്രൗണ്ട് ട്രൂപ്സ് ആണ്. സോ എന്തായാലും അടിയിൽ കൂടി തന്നെ പോകും. സോ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ നമ്മുടെ മൊർട്ടാറിൻ്റെ മേലെയാണ് ആക്ച്വലി നമ്മൾ സ്കെൽട്ടൺ സ്പെല്ല് ഇറക്കി കൊടുത്തിരുന്നത്. സോ മൈനേഴ്സിനൊക്കെ സ്പാം ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇനി ആക്ച്വലി മൈനേഴ്സ് കുറച്ച് വാല്യൂ എടുത്ത് തരട്ടെ, അതായത് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഏരിയ ഒക്കെ കുറച്ച് വലുതാവട്ടെ, എന്നിട്ട് മാത്രം ബാക്കി ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്യാൻ നോക്കാം. സോ അത്യാവശ്യം കൂടെ ആക്ച്വലി ഒരു വാല്യൂസ് മൈനേഴ്സ് സെറ്റ് ചെയ്ത് തരും. നോക്കുകയാണെങ്കിൽ നമ്മുടെ മൾട്ടി കനോൺ മറ്റു കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ മൈനേഴ്സ് എടുത്ത് തരണം. സോ നോക്കുകയാണെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ഏരിയ കുറച്ചൊന്ന് ബിഗറായി. സോ നമ്മൾ ജസ്റ്റ് വീണ്ടും 2 മൈനേഴ്സിന് ഇറക്കി കൊടുത്തു. ഗെയിൻ ഈ മൈനേഴ്സ് കുറച്ച് വാല്യൂ സെറ്റ് ചെയ്ത് തരും. സോ അങ്ങനെ വാല്യൂ സെറ്റ് ചെയ്ത് അറ്റാക്ക് എടുക്കുക. സോ ഒറ്റയടിക്ക് നമ്മളെല്ലാം ഇറക്കി കൊടുക്കാതിരിക്കുക, കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റ് ബോയിൻ്റെ നമ്മുടെ ജെയിൻ കനോൺസ് അടുത്ത് തന്നെ ഉണ്ട്. സോ എല്ലാം ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മുടെ ട്രൂപ്സിനെ എല്ലാം തന്നെ ഡെസ്ട്രോ ആക്കും. സോ അപ്പോൾ ആക്ച്വലി ഇങ്ങനെ കുറച്ച് ഇറക്കി കൊടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ആക്ച്വലി ഒരുമിച്ച് ഇറക്കി കൊടുക്കുകയാണെങ്കിലും ഈ സൈഡിൽ തന്നെ നമ്മുടെ ട്രൂപ്സ് എല്ലാം പോകരുത്. ഈ വക മെയിൻ ഡിഫൻസ് എല്ലാം തന്നെ സിമ്പിളായിട്ട് അപ്പോൾ നമ്മുടെ ട്രൂപ്സിനെ കൊല്ലും. സോ ജസ്റ്റ് അത് അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആക്ച്വലി സ്കെൽട്ടൺ സ്പേസ് ഇറക്കി കൊടുത്തുകൊണ്ട് നമുക്ക് അനദർ യൂസ് എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി അതൊരു ഡിസ്ട്രാക്ഷനായിട്ട് ഇടയ്ക്കൊന്ന് വർക്കായി. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കാനടക്കം കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് ആ സൈഡിലോട്ട് ഡിസ്ട്രാക്റ്റായി. സോ നമുക്ക് ഇവിടെ ആക്ച്വലി സിമ്പിളായിട്ട് കുറച്ച് ഡിഫൻസും കൂടെ എടുക്കാൻ പറ്റി. സോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 35%, 36% ഫസ്റ്റ് അറ്റാക്ക് തീർന്നു. സോ എന്തായാലും ഞാൻ ഒരു അറ്റാക്കും കൂടെ എടുത്ത് സിമ്പിളായിട്ട് 3 സ്റ്റാർ ചെയ്ത് തരാം ഗൈസ്. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. നമ്മളിതേ അടുത്ത അറ്റാക്ക് എടുക്കുകയാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ സ്പെൽസ് ഇറക്കി കൊടുത്തത്. സോ ദിസ് ടൈം ഞാൻ ആക്ച്വലി ജയിൽക്കരം കട്ടായത് കൊണ്ട് തന്നെ ഇതോടെ മേലെയാണ് ഇറക്കി കൊടുക്കുന്നത്. സോ കാണാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഞാൻ ഇപ്രാവശ്യം അറ്റാക്ക് തുടങ്ങുന്നത്.
ജസ്റ്റ് ഇതേക്കും നമ്മൾ ജസ്റ്റ് വാൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. സോറി, വാൾ ബ്രേക്ക് അല്ല, നമ്മൾ ഡാർക്ക് ഡ്രൈവർ ഇറക്കി കൊടുത്തു. സോ ആണ് നമ്മൾ കുറച്ച് സൂപ്പർ മൈനസ് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ അത് ആക്ച്വലി കുറച്ച് കൂടെ ഒന്ന് വാല്യൂ എടുക്കും. സോ വേണമെങ്കിൽ ഇവിടെ ലെയർ ഡിഫൻസിന് ബാർബേരൻസ് തന്നെ എടുത്ത് തരും. സോ ആണെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്. സോ ഇനി ആക്ച്വലി ആ സൈഡിൽ നിന്ന് നമ്മുടെ സൂപ്പർ മൈനസ് നല്ല രീതിക്ക് വാല്യൂ എടുത്ത് തരണം. സോ ഇപ്പുറത്ത് ഞാൻ ജസ്റ്റ് ക്ലീനപ്പിന് വേണ്ടിയിട്ട് ട്രൂപ്സിന് ഇറക്കി കൊടുക്കുകയാണ്. സോ ആണെങ്കിൽ ഒരു സൂപ്പർ മൈനറും കൂടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് വാളും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ആണെങ്കിൽ ആ ജെയിൻ കനോൺ പിന്നെ ആക്ച്വലി ആ കാനോണും കൂടെ സൂപ്പർ മൈനസ് എടുത്തു തരുകയാണെങ്കിൽ അതൊരു നല്ല വാല്യൂബിൾ അറ്റാക്കായി മാറും. പിന്നെ ആക്ച്വലി ആ ബ്ലാസ്റ്റ് ബോ നമ്മുടെ സ്കെൽസാണ് എടുത്തു തരേണ്ടത്. സോ എന്തായാലും അത് എടുത്തിട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സോ ജസ്റ്റ് ആ കാനോണും കൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബ്ലാസ്റ്റ് ബോനെ നമ്മുടെ സൂപ്പർ മൈനറും അതിൻ്റെ സ്കെൽസ് കൂടി ഇത് എടുത്തു വന്നു. പറഞ്ഞ തീരുമ്പോഴേക്കും നമുക്ക് എടുത്തു തന്നിട്ടുണ്ട് ഗൈസ്. സോ കാരണം ഇപ്പുറത്ത് ചെയിൻ കനോൺ ഉണ്ട്. സോ അതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ മൈനേഴ്സിന് ഇറക്കി കൊടുക്കുകയാണ്. സോ അത് ഇനിയൊരു സൂപ്പർ മൈനർ കൊടുത്തു. ഇവിടെ ഒരു മൾട്ടി കനോൺ ഉണ്ട്. സോ മൾട്ടി കനോൺ കൂടെ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല വാല്യുബിളായിട്ട് അറ്റാക്കായി മാറത്തുള്ളൂ. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ 80% 2 സ്റ്റാർ ആയിട്ടുണ്ട്. സോ നമ്മുടെ സെക്കൻഡ് അറ്റാക്കാണ്. സോ അത്യാവശ്യം നല്ല വാല്യുബിൾ അറ്റാക്കായിട്ട് പോകുന്നുണ്ട്. സോ 88% നമ്മുടെ ഈ 2-3 സൂപ്പർ മൈനസ് സ്റ്റിൽ ലൈവാണ്. സോ കാണാൻ ഇനി ഒരു 3 ഡിഫൻസും കൂടി ബാക്കിയാണ്. നമുക്കാണെങ്കിൽ ഓൾമോസ്റ്റ് അനദർ സൂപ്പർ മൈനർ ഡെഡ് ഗൈസ്. സോ കാണുന്ന നമ്മുടെ സൂപ്പർ മൈനേഴ്സ് എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ട്. 94% അറ്റാക്ക് ആയിട്ടുണ്ട്. സോ ഗൈസ് ഇതെന്തായാലും 3 സ്റ്റാർ ആവും തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം ഗൈസ്. കാരണം മൾട്ടി കനോൺ ഉണ്ട്, അത്യാവശ്യം നല്ല സ്പീഡ് റേറ്റിൽ അറ്റാക്ക് ചെയ്യുന്നൊരു ഡിഫൻസാണ്. സോ മൾട്ടി കനോൺ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആവും. സോ അത് കട്ടുമെന്ന് കണ്ടറിയാം ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 1 മിനിറ്റ് ടൈം ലെഫ്റ്റ് ഉള്ളൂ. സോ നോക്കുകയാണെങ്കിൽ ആ കുറച്ച് സ്കെൽസ് മാത്രമേ ഉള്ളൂ. സ്കെൽസ് ആണെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ആക്ച്വലി അനദർ കോർണറിലാണ് നമ്മൾ അടുത്ത 2 ഡിഫൻസ് എന്ന് പറയുകയാണെങ്കിൽ. ജസ്റ്റ് എന്തായാലും 3 സ്റ്റാർ ആവുമെന്ന് കണ്ടറിയാം ഗൈസ്. ഗൈസ് നോക്കുകയാണെങ്കിൽ 45 സെക്കൻഡ്സിലും കുറവാണ് ടൈം എന്ന് പറയുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് ഓൾമോസ്റ്റ് ഒരു 10-12 സ്കെൽസ് ബാക്കിയുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് ലെഫ്റ്റ്. സോ ഗൈസ് എന്തായാലും നെക്സ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്. കിട്ടുമോയെന്ന്. സോ എന്താ ഫിനിഷ് ആവുന്നവരെ നമുക്ക് എന്താണെന്ന് കണ്ടറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 98%. സോ 2 അറ്റാക്കിൽ ആക്ച്വലി നമുക്ക് 100% ആക്കാൻ പറ്റില്ല. എന്തായാലും എനിവേസ് നോ പ്രോബ്ലം ഗൈസ്. ഞാൻ നോക്കുകയാണെങ്കിൽ വേറെ 2-3 ബേസിൽ ആക്ച്വലി അറ്റാക്ക് എടുത്ത് കാണിച്ചു തരാം. സോ എന്നാലും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നേരത്തെ അടുത്ത് ഒരു 2 അറ്റാക്കും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഈ ബേസും കൂടി ഞാൻ ചലഞ്ച് ഇടുകയാണ്. സോ ഒരു ചലഞ്ച് ഇട്ടു, നേരത്തെ അറ്റാക്ക് എടുക്കുകയാണ്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഫസ്റ്റ് തന്നെ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിൻ്റെ മണ്ടേക്കാണ് ഞാൻ ആക്ച്വലി സ്കട്ടൺ സ്പെൽസ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഇതേവിടെ ഒരു സൂപ്പർ മൈനർ ഇറക്കി കൊടുക്കുകയാണ്. എൻ്റെ ഇപ്പുറത്ത് 2 സൂപ്പർ മൈനേഴ്സിനും കൂടി ഇറക്കി കൊടുക്കുകയാണ്. സോ ആ സൈഡ് മൊത്തം കംപ്ലീറ്റ്ലി നമ്മൾ സൂപ്പർ മൈനേഴ്സ് എടുത്ത് തരും. സോ എന്തായാലും ജസ്റ്റ് ഒന്ന് വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. സോ ഡിപ്ലോയ്മെൻറ്റ് ഏരിയ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവുന്നതാണ്. സോ അതിനനുസരിച്ച് നമ്മുടെ ബാക്കി ട്രൂപ്സിനെല്ലാം ഇറക്കി കൊടുക്കാം. സോ കാണുന്നത് അനദർ സൂപ്പർ മൈനർ 2 സൂപ്പർ മൈനേഴ്സും കൂടി ഇറക്കി കൊടുക്കുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ സൈഡ് മൊത്തം നമ്മുടെ സൂപ്പർ മൈനേഴ്സ് എടുത്ത് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഈ ക്യാബിൻ കൂടി ഒന്ന് കട്ടാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ക്യാബിൻ കൂടി കട്ടാവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഡിപ്ലോയ്മെൻറ്റ് ഏരിയ ഒക്കെ വലുതായി. സോ നമ്മൾ അടുത്ത സൂപ്പർ മൈനർ കൊണ്ട് ഇറക്കി കൊടുത്തു. സോ കാണുക ഗൈസ് ഇപ്പുറത്തെ സൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് അപ്ലൈയും ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. സോ കാണുക അഗെയിൻ ആൻഡ് വാൾ ബ്രേക്ക് ആൻഡ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ സൂപ്പർ മൈനേഴ്സിനും നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സൈസ് നോക്കുകയാണെങ്കിൽ ഇത് എവിടെ ഒരു വാൾ ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്. സോ എന്തായാലും കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്ത് വെക്കുക. നമ്മുടെ സൂപ്പർ മൈനേഴ്സ് ഇങ്ങോട്ട് വരുന്നതോടെ നമുക്കതൊരു കവറായിട്ട് ഫ്രണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ബാറ്റർ റാമിൽ ഇറക്കി കൊടുക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് വാൾ ബ്രേക്ക് ചെയ്തെടുക്കാം. സോ കാണുക ഞാൻ ഇപ്പുറത്തെ സൈഡ് തന്നെയാണ് വാൾ ബ്രേക്ക് ചെയ്യുന്നത്. സോ കാണുക ജസ്റ്റിന് ബാറ്റർ റാം ഡെഡ് ആവുന്നതാണ്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. സോ നോക്കുകയാണെങ്കിൽ 55% പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കാണുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ മൈനേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡെഡായി. സോ ഫസ്റ്റ് അറ്റാക്കിന് 56% ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അടുത്ത അറ്റാക്കിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. സോ അഗെയിൻ നമ്മളിത് അടുത്ത അറ്റാക്ക് എടുക്കുകയാണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മളിത് ഇവിടെ ആക്ച്വലി വീണ്ടും നമ്മുടെ ഇൻഫർണോയ്ക്ക് മണ്ടൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ സ്പെൽസ് ഇറക്കി കൊടുക്കുന്നത്. സോ ആക്ച്വലി അവിടെ നിന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വാല്യൂ എടുത്ത് കിട്ടണം. സോ അങ്ങനെയാണ് നമുക്ക് സൂപ്പർ മൈനേഴ്സിന് അവിടെ ആക്ച്വലി ആ സൈഡിലോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. സ്കെൽട്ടൻസ് തന്നെ ആക്ച്വലി ആ സൈഡ് മൊത്തം എടുത്ത് തരും.
സോ നോക്കുകയാണെങ്കിൽ ഗൈസ് ദേ നമ്മുടെ സൂപ്പർവൈനേഴ്സ് ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ദേ ടോപ്പ് സൈഡ് അഗെയിൻ നമ്മൾ ദേ 2 സൂപ്പർവൈനേഴ്സിന് ഇറക്കി കൊടുത്തു. ആൻഡ് ദേ ജസ്റ്റ് നമ്മൾ ബാറ്ററി നമുക്ക് ഒന്ന് ജസ്റ്റ് സ്പാം ചെയ്ത് കൊടുത്തു. സോ ആക്ച്വലി ബാറ്ററി എമൗണ്ട് തന്നെ വാല്യൂ ഇല്ല. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി നമ്മൾ സ്കെൽട്ടൻസ് തന്നെ ആക്ച്വലി നമ്മുടെ ഇൻഫർമേഷനെ എടുത്ത് വന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ എത്ര ട്രൂപ്പ് അവൈലബിൾ ആണെന്ന് കണ്ടറിയാം. സോ ഓൾമോസ്റ്റ് സിമ്പിളായിട്ട് സെക്കൻഡ് അറ്റാക്ക് എടുത്ത് കിട്ടി. നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ സ്കെൽട്ടൺ സ്പെല്ല് ഫസ്റ്റ് അറ്റാക്കിൽ ഡിപ്ലോയ് ചെയ്യാൻ നോക്കാം. നമ്മൾ സ്കെൽട്ടൺ സ്പെല്ല് യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഡിപ്ലോയ് ചെയ്യാം. കാരണം സെക്കൻഡ് അറ്റാക്കിനും കൂടി അത് ആക്ച്വലി ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ സ്കെൽട്ടൺസ് വന്ന് സ്പോൺ ആവുകയും നമുക്ക് നല്ല രീതിക്ക് അത് വാല്യൂ എടുത്ത് തരും. സോ നോക്കുകയാണെങ്കിൽ ഈ അറ്റാക്കിൽ സിംപ്ലി നമുക്ക് 3 സ്റ്റാർ ചെയ്യാൻ കാരണം നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഫസ്റ്റ് അറ്റാക്കിന് സ്കെൽട്ടൺ യൂസ് ചെയ്തു, സെക്കൻഡ് അറ്റാക്കിലും യൂസ് ചെയ്തു. സോ അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു സ്കെൽട്ടൺ കോൺസ് സ്പോൺ ആവുകയും നമുക്കത് നല്ല രീതിക്ക് തന്നെ വാല്യൂ എടുത്ത് തരികയും ചെയ്തു. സോ എന്തായാലും നമ്മൾ 2 ചലഞ്ച് ഇട്ട് കാണിച്ചെന്ന് ഗൈസ്. തോന്നും സ്കെൽട്ടൺ സ്പെൽസ് കിട്ടും സൂപ്പർവൈനേഴ്സ് ആർമയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഹീലിംഗ് സ്പെൽസ് വെച്ചും കൂടി കാണിച്ചു തരാം. സോ സെയിം ബേസ് തന്നെ ഞാൻ ചലഞ്ച് ഇടാണ്. സോ അഗെയിൻ അടുത്തൊരു ചലഞ്ച് ഓക്കെ ഇടാൻ പറ്റത്തില്ല. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നേരത്തെ 28% ചലഞ്ച് ഉണ്ടാകും. സജസ്റ്റ് ഒന്ന് അത് ക്യാൻസലാക്കുകയാണ്. അഗെയിൻ അടുത്ത ചലഞ്ച് ഇട്ടു ഗൈസ്. എന്തായാലും നമ്മൾ നേരെ അറ്റാക്ക് എടുക്കണം. സോ ഇപ്രാവശ്യം നമ്മൾ ആക്ച്വലി സ്കെൽട്ടൺ സ്പെൽസ് മാറ്റി നമ്മൾ ഹീലിംഗ് സ്പെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും ഈ സ്ട്രാറ്റജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, അതിൻ്റെ ആക്ച്വലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ട്രൂപ്സ് ഡിപ്ലോയ് ചെയ്യേണ്ടത്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിയറൻസ് ചെയ്തിട്ട് ആക്ച്വലി അതായത് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആദ്യം കട്ട് ചെയ്യാൻ സൂപ്പർവൈനേഴ്സ് എല്ലാം തന്നെ ഒരുമിച്ച് ഇറക്കി കൊടുക്കാൻ നോക്കുക. സോ ഹീലിംഗ് സ്പെൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഡാമേജ് വലിയ രീതിക്ക് ഏൽക്കില്ല. സോ ഏൽക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രൂപ്സ് ഹീലായി വരുന്നതുകൊണ്ട് നമുക്ക് ആക്ച്വലി നല്ലൊരു വാല്യൂ വന്ന് എടുത്ത് തരും. അങ്ങനെ നമ്മൾ ട്രൂപ്സ് പെട്ടെന്ന് ഡെഡായി പോകത്തുമില്ല. സോ കാണുക എല്ലാ സൂപ്പർവൈനേഴ്സിനും ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ അതേ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാൾ ബ്രേക്ക് ആൻഡ് ഇവിടെ ഹീലിംഗ് സ്പെല്ല് ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ കാണാൻ നമ്മുടെ സൂപ്പർവൈനേഴ്സ് എല്ലാം തന്നെ പക്കയായി വളരായി നമ്മുടെ ജയിക്കാനോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റ് ബോ കണക്ട് ആയിട്ടുണ്ട്, ജയിക്കാനോ കണക്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ മെയിൻ ഡിഫൻസ് എല്ലാം തന്നെ കണക്ട് ആയിട്ടുണ്ട് ഗൈസ്. സോ ആണെങ്കിൽ നമുക്ക് ഹീലിംഗ് സ്പെല്ലിൻ്റെ പുറത്തോട്ടാണ് വന്നിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രൂപ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡെഡ് ആവാനായിട്ട്. സോ എഗെയിൻ നമ്മൾ അടുത്തൊരു ഹീലിംഗ് സ്പെല്ല് ഇറക്കി കൊടുത്തു. സോ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രൂപ്സ് ഹീലാവുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 22%, 24% നമ്മുടെ ട്രൂപ്സ് സ്റ്റിൽ അലൈവ് തന്നെയാണ്, ഡെഡ് ആയിട്ടില്ല. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഹാഫ് ദ ഹെൽത്ത് വരെ ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ കുറച്ച് സൂപ്പർവൈനേഴ്സ് ഡെഡ് ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോൾ എടുത്ത് കിട്ടി. സോ നോക്കുകയാണെങ്കിൽ 28% സ്റ്റിൽ നമ്മുടെ ട്രൂപ്സ് അലൈവ് ആണ്. സോ നോക്കുകയാണെങ്കിൽ സൂപ്പർവൈനേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ അത് ഡെഡ് ആകുമ്പോൾ കൂടി ആക്ച്വലി ഡാമേജ് ഉണ്ടാക്കും. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ 33% ആണ് നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് നോക്കുകയാണെങ്കിൽ. സോ നമ്മൾ സ്കെൽട്ടൺ സ്പെല്ല് യൂസ് ചെയ്ത് നമുക്ക് ആക്ച്വലി 35% ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹീലിംഗ് സ്പെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 33% ആണ് കിട്ടിയത്. സോ എന്തായാലും നമ്മൾ സെക്കൻഡ് അറ്റാക്ക് എടുത്ത് നോക്കാം. നമുക്ക് ആക്ച്വലി 3 സ്റ്റാർ കിട്ടുമോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് കണ്ടറിയാം ഗൈസ്. സോ കാണുകയും നമ്മൾ ഈ സൂപ്പർവൈനേഴ്സിനെ ഇറക്കി കൊടുത്തു. സോ കാണുക ഇവിടെ എന്നൊരു ഹീലിംഗ് സ്പെല്ല് ഇറക്കി കൊടുത്തു. സോ അഗെയിൻ 3 സൂപ്പർവൈനേഴ്സ്. സോ നമ്മൾ ഇപ്പുറത്തൊരു 3 സൂപ്പർവൈനേഴ്സിനും കൂടി ഇറക്കി കൊടുക്കുകയാണ്. സോ ഞാൻ ഇപ്രാവശ്യം ഇവിടെയാണ് ഹീലിംഗ് സ്പെല്ല് ഉപയോഗിക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രഷറിന് നല്ല ഡാമേജ് ഏൽക്കില്ല, അല്ലെങ്കിൽ ആക്ച്വലി ഡാമേജ് വരുന്നതുകൊണ്ട് നമ്മൾ ട്രൂപ്സ് എഗെയിൻ ഹീലായി പോകും. സോ ജസ്റ്റ് ഈ വാൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. സോ കണേസിന് ജസ്റ്റ് 2 വാൾ ഇറക്കി ചെയ്യാൻ നമുക്ക് ആക്ച്വലി ട്രൂപ്സ് അവൈലബിൾ ആണ്. സോ എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ടിൽ ഇറക്കി കൊടുക്കാനാണ് പ്ലാനായിട്ട് നോക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ അതൊരു ഡിസ്ട്രാക്ഷനായിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ സൂപ്പർവൈനേഴ്സിന് ഒരു ചെറിയ കവറായി ആക്ട് ചെയ്യും. സോ കാണുക അത് പ്ലാൻ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. സോ കാണുക നമ്മൾ ട്രാപ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വാൾ ബ്രേക്കർ ആക്ച്വലി നമ്മൾ ബാറ്ററിനാണ് ട്രിഗർ ചെയ്ത് വിട്ടു. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി അറ്റാക്ക് ഓർത്ത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് തീർന്നിട്ടില്ല, സ്റ്റിൽ 84% ആയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 സൂപ്പർവൈനേഴ്സിനടുത്ത് തന്നെ ലൈവാണ്. സോ നോക്കുകയാണെങ്കിൽ 85% ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 88% നമ്മൾ സെൽസ് ഒന്നും ലെഫ്റ്റില്ല, ജസ്റ്റ് നമ്മൾ ട്രൂപ്സ് ഡിപ്ലോയ് ചെയ്തിട്ട് ട്രൂപ്സ് മാത്രമേ ലെഫ്റ്റുള്ളൂ. 91% സ്റ്റിൽ ഓൺ കനോൺ മാത്രമേ ഉള്ളൂ. സോ കാണുക സൂപ്പർവൈനേഴ്സിനെല്ലാം തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഹെൽത്ത് ഉണ്ടെന്ന് പറയാം. സോ കാണുക 1-2 ആക്ച്വലി വളരെ ലോ ഹെൽത്താണ്. സൈസ് നോക്കുകയാണെങ്കിൽ 96%, 98%, 99%, 3 സ്റ്റാർ. ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി സൂപ്പർവൈനേഴ്സിന് 2 ടൈപ്പ് ഓഫ് കോമ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 ഹീലിംഗ് സ്പെൽ, 1 സ്കെൽട്ടൺ സ്പെല്ലാണ് നമ്മൾ യൂസ് ചെയ്തത്. സോ നോക്കുകയാണെങ്കിൽ രണ്ടും നമ്മൾ 2 അറ്റാക്സ് വെച്ച് എടുത്ത് കാണിച്ചു. അപ്പോൾ നോക്കുകയാണെങ്കിൽ
നമ്മൾ ബിൽഡർ വർക്ക്ഷോപ്പ് ആക്ച്വലി 2 കോമ്പോസിന് നമ്മൾ അറ്റാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ വാല്യൂ തന്നെയാണ്. പക്ഷേ ട്രൂപ്സ് കുറച്ചും കൂടി ലൈവ് നമ്മൾ ഹീലിംഗ് സ്പെൽ ഉപയോഗിച്ചപ്പോഴാണ്. സോ ഞാനത് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്കെൽട്ടൺ സ്പെൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡിസഡ്വാൻറ്റേജ് വരും. നമ്മൾ ജെയിൻറ്റ് കനോൺസ് എല്ലാം തന്നെ പല ഏരിയ കവർ ചെയ്യുന്ന രീതിക്ക്, അതായത് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി സ്കെൽട്ടൺസിൻ്റെ വാല്യൂ കുറയും. സോ നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയും നമുക്ക് 98% എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹീലിംഗ് സ്പെൽ ഉപയോഗിച്ചപ്പോൾ ആക്ച്വലി 100% കിട്ടി. സോ ആക്ച്വലി ഞാൻ ജെയിൻറ്റ് കനോൺസ് കൂടുതലുള്ള ബേസിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹീലിംഗ് സ്പെല്ലാണ്. ബിക്കോസ് നമുക്ക് ആക്ച്വലി നമ്മൾ സ്കെൽട്ടൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വാല്യൂ സെറ്റാവില്ല. ജെയിൻറ്റ് കനോൺ നോക്കുകയാണെങ്കിൽ സ്കെൽട്ടൺസിനെല്ലാം പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. സോ കൂടുതൽ ജെയിൻറ്റ് കനോൺസ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ബേസിൽ ആക്ച്വലി, അല്ലെങ്കിൽ നമ്മുടെ മൾട്ടി മോർട്ടാറൊക്കെ ഉള്ള ബേസിൽ എന്തായാലും സ്കെൽട്ടൺ സ്പെല്ലിന് പകരം ഹീലിംഗ് സ്പെൽ ഉപയോഗിച്ച് നോക്കുക. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാല്യൂ ചെയ്യും. മൈനസിന് വെച്ചിട്ടുള്ള അറ്റാക്ക് ഇവിടെ നിർത്തുകയാണ്. സോ ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് കോമ്പ് പരിചയപ്പെടുത്താൻ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹോക്സാണ് ആക്ച്വലി ഫുൾ 16 ഹോക്സാണ് ഞാൻ എടുക്കുന്നത്. സോ എഗെയിൻ നമ്മൾ സ്കെൽട്ടൺ സ്പെല്ലാണ് ഹോക്സിൻ്റെ കോമ്പോ. ഹോക്സിൻ്റെ കൂടെ എപ്പോഴും സ്കെൽട്ടൺ സ്പെൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ആക്ച്വലി സ്കെൽട്ടൺ സ്പെൽസ് തന്നെയാണ് യൂസ് ചെയ്ത് വന്നിരിക്കുന്നത്. പണ്ട് ആക്ച്വലി സ്കെൽട്ടൺ അൺലോക്ക് ആകുന്നതിന് ഞാൻ ആക്ച്വലി പല സ്പെൽ കോമ്പോസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി സ്കെൽട്ടൺ അൺലോക്ക് ആയതിനു ശേഷം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന കോമ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോക്സ് ആൻഡ് സ്കെൽട്ടൺ സ്പെൽസ് തന്നെയാണ്. ഞാൻ ഫുള്ളി ഹോക്സ് എടുത്തും അറ്റാക്ക് ചെയ്യാറുണ്ട്. ആൻഡ് കുറച്ച് ഹോക്സ് പിന്നെ ആക്ച്വലി നമ്മൾ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ പെക്ക, അതുപോലെ നമ്മുടെ സൂപ്പർ വിസ്, ജെയിൻസ് മറ്റു കാര്യങ്ങളും എടുത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പോ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രാഗൺ ക്ലിഫിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ സൂപ്പർ ഡ്രാഗൺസ് ആണ്. നമ്മുടെ ഹോക്സ് നോക്കുകയാണെങ്കിൽ എയർ ടാർഗറ്റ് ചെയ്യില്ല, ആൻഡ് ഡിഫൻസ് ടാർഗറ്റേഴ്സ് കൂടിയാണ്. സോ എന്തായാലും അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ ആക്ച്വലി നമ്മുടെ ട്രൂപ്സും മറ്റു കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ ഡെഡ് ആവാൻ ആഗ്രഹിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഡിസ്ട്രാക്ഷൻസ് വെച്ച് ഞാൻ അറ്റാക്ക് ചെയ്യുക. നമ്മൾ ജെയിൻസിനെ ഫസ്റ്റ് ഇറക്കി കൊടുക്കും, ആൻഡ് ആക്ച്വലി അതിൻ്റെ ബിഹൈൻഡിലായിട്ട് നമ്മൾ ഹോക്സിന് ഇറക്കി കൊടുക്കും. സോ ജെയിൻസിന് ആക്ച്വലി വരുന്ന ഡിഫൻസ് ഡാമേജ് ഹോക്സ് അടയും. എൻ്റെ ഹോക്സിന് സൂപ്പർ ഡ്രാഗൺസ് കാരണം ഉണ്ടാകുന്ന ഡാമേജ് ഷീൽഡായിട്ട് ആക്ട് ചെയ്യും. സോ അതാണ് ആക്ച്വലി ഞാൻ അങ്ങനത്തെ, അതായത് ഡ്രാഗൺ ക്ലിഫ് അതുപോലത്തെ ബേസിലൊക്കെ ഞാൻ ആക്ച്വലി ട്രൈ ചെയ്യുന്ന കോമ്പോ എന്ന് പറയുകയാണെങ്കിൽ. സോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആക്ച്വലി ആ ഒരു കോമ്പോ അല്ല യൂസ് ചെയ്യുന്നത്. സോ ഫുൾ ആൻഡ് ഫുള്ളി ഹോക്സ് വെച്ചിട്ടുള്ള ഒരു കോമ്പോ നോക്കുകയാണെങ്കിൽ 16 ഹോക്സ് ആൻഡ് 3 സ്കെൽട്ടൺ സ്പെല്ലാണ്. സോ അഗെയിൻ നമ്മളത് ബലമുള്ള കൊണ്ട് ചലഞ്ച് ഇട്ട് കാണിച്ചു തരാം. സോ നമ്മളത് അടുത്തൊരു ചലഞ്ച് ഇട്ടു. ഒരു അറ്റാക്ക് എടുക്കാം. സോ നോക്കുകയാണെങ്കിൽ ഞാൻ എഗെയിൻ നമ്മളത് ഈ സ്കെൽട്ടൺ സ്പെൽസ് ആക്ച്വലി നമ്മൾ റോക്കറ്റ് ലോഞ്ചറിന് കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്രാവശ്യം ഹോക്സ് ആണ്. ജസ്റ്റ് എന്തായാലും നമുക്ക് ആക്ച്വലി ഏരിയ ഡിപ്ലോയ്മെൻറ്റ് കൂടത്തില്ല, കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ക്യാബിൻസൊക്കെ ഉണ്ട്. സോ ഞാൻ ആർമി മാറ്റം അത് ക്ലിയർ ചെയ്യാനുള്ള ആർമി എടുക്കാൻ മറന്നുപോയി. സോ നോ പ്രോബ്ലം ഗൈസ്. കാരണം നമ്മൾ ഡിഫൻസ് എടുത്ത് കിട്ടുന്നതിന് നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ആവും. സ്കെൽട്ടൺസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാല്യൂ എടുത്ത് തരുന്നുണ്ട്. സോ ആണെങ്കിൽ നമ്മുടെ ഹോക്സ് എല്ലാം ഡെഡായി. സോ അഗെയിൻ നമ്മൾ അനദർ സെറ്റ് ഓഫ് ഹോക്സ് ഇറക്കി കൊടുക്കുകയാണ്. സോ ഇപ്പുറത്ത് ആക്ച്വലി നമ്മൾ ഹോക്സിനെ ഇറക്കി കൊടുക്കുകയാണ്. സോ ആണെങ്കിൽ ഇത് നമ്മൾ സ്പിയർ ത്രോവറായിട്ട് ഡിസ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. സോ അഗെയിൻ നമ്മൾ റോക്കറ്റ് ലോഞ്ചർ ആക്ച്വലി പണിതിന് മുന്നേ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റണ്ണിയിരിക്കുകയാണ് ഹോഗിൻ്റെ എബിലിറ്റി വെച്ചിട്ട്. സോ ആണെങ്കിൽ അടുത്ത ഹോക്ക് സെറ്റ് ഇറക്കി കൊടുത്തു. പക്ഷേ ആക്ച്വലി അപ്പോഴേക്കും നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ ഹോക്സ് എടുത്തു വന്നു. സോ ആണെങ്കിൽ ഒരു സ്റ്റൺ ഹോക്സ് ലൈവാണ്. നോക്കുകയാണെങ്കിൽ ആക്ച്വലി ആ സൈഡ് മൊത്തം തന്നെ നമ്മുടെ ഹോക്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എടുത്ത് തന്നിട്ടുണ്ട്. സോ സ്റ്റിൽ ക്യാബിൻസ് മറ്റേ ഡിഫൻസ് അല്ലാത്ത മറ്റേ ബിൽഡിങ്സ് എല്ലാം തന്നെ ലൈവാണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് അറ്റാക്കിൽ ആക്ച്വലി ക്ലിയറൻസ് ട്രൂപ്സ് വെച്ച് എടുക്കാം. സോ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ക്യാബിൻസ് ലൈവാണ്, ക്യാബിൻസ് ഉണ്ട്. സോ എന്തായാലും നമ്മൾ സെക്കൻഡ് അറ്റാക്കിൽ അത് എടുക്കാം. ഞാൻ ആർമി എടുക്കാൻ മറന്നുപോയതാണ്. സോ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ ഷീൽഡ് ആർമീസും കൂടി അറ്റാക്ക് എടുക്കുന്നത്. സോ ഇതാണ് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നൊരു കോമ്പോ. നോക്കുകയാണെങ്കിൽ വാൾ ബ്രേക്കേഴ്സിൻ്റെ ആക്ച്വലി ആവശ്യം, അതായത് നമ്മുടെ ബാറ്റർ റാമാണ് ആക്ച്വലി നമ്മൾ വാൾ ബ്രേക്കേഴ്സ് ഹോമിലേജ് യൂസ്ഡ് ആയതുകൊണ്ടാണ്. സോ അതിൻ്റെ ആക്ച്വലി ആവശ്യമില്ല ഇപ്പോൾ. എന്നാലും നമ്മൾ നേരെ നെക്സ്റ്റ് അറ്റാക്ക് എടുത്ത് പോകാം. സോ നേരെ നെക്സ്റ്റ് അറ്റാക്ക് എടുത്തു. സോ അടുത്ത സെറ്റ് ഓഫ് അറ്റാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഇൻഫർനോസിന് പണ്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി സ്പെൽസ് ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ഇപ്പുറത്ത് തന്നെ പെട്ടെന്ന് ക്ലിയറൻസ് സ്റ്റാർട്ട് ചെയ്ത് വിടാം. നമ്മുടെ ഹോക്സിനൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യിക്കാം ഗൈസ്. സോ ഇപ്പുറത്ത് ഞാൻ അറ്റാക്ക് കുറച്ച് ലാഗ് ആവണ്ടെന്ന് കരുതിയിട്ട് ഹോക്സിന് പെട്ടെന്ന് തന്നെ വീണ്ടും ഒന്ന് ഇറക്കി കൊടുത്തു.
നോക്കുകയാണെങ്കിൽ ഇതിപ്പോഴത്തെ വാൾ ബ്രേക്ക് ആവണം. നോക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് വാൾ ബ്രേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ സ്കെൽട്ടൻസ് ആക്ച്വലി നല്ല രീതിയിൽ സ്പോൺ ആയിട്ടുണ്ട്. സോ ഗെയിം നമ്മളത് ഇപ്പുറത്ത് ഹോക്സിനെ പെട്ടെന്ന് തന്നെ ഇറക്കെടുക്കുകയാണ്. സോ ജയിൻറ്റിനെ ഒന്ന് ഇറക്കെടുത്തു. സോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ സെറ്റ് ചെയ്ത് തരണം. സോ നോക്കുകയാണെങ്കിൽ റോക്കറ്റ് ലോഞ്ചർ നമ്മൾ ഹോക്സായിട്ട് കണക്ട് ആയതുകൊണ്ട് സോ അത്യാവശ്യം നല്ല രീതിയിൽ വാല്യൂ കുറയ്ക്കും. നല്ലതൊക്കെയാണ് നമ്മുടെ ഹോക്സിന് ഡിസ്ട്രോ ആയിട്ടുണ്ട്. പക്ഷേ നോ പ്രോബ്ലം, നമ്മൾ സ്കെൽട്ടൻസ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. സോ സ്റ്റിൽ 5 ഹോക്സ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ ബേസ് 3 സ്റ്റാർ ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ 72% കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ അതിന് ഇറക്കെടുത്തു. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ പെട്ടെന്ന് ഇറക്കിക്കൊടുത്തു. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ മൾട്ടി കനോണും കിട്ടിയിട്ടുണ്ട്. സോ ഇനി ആക്ച്വലി നമുക്ക് ഡിഫൻസ് വരുന്ന പ്രശ്നം ഓൾമോസ്റ്റ് എല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 ഹോക്സ് സ്റ്റിൽ അലൈവാണ്. നമ്മുടെ ഒരു ജെയിൻ്റ് അലൈവാണ്. അതിൻ്റെ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള നമ്മുടെ സ്കെൽട്ടൺ കോമ്പോ സ്റ്റിൽ അലൈവാണ്. നോക്കുകയാണെങ്കിൽ സ്കെൽട്ടൻ്റെ ഒരു മാക്സിമം ആർമിയാണ് സ്റ്റിൽ അലൈവ് നിൽക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വണ്ടിക്കുള്ള സ്കെൽട്ടൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ആർമി സ്കെൽട്ടൻസ് വരുന്നുണ്ട്. 99% കിട്ടിയിട്ടുണ്ട്. സോ 100% കിട്ടിയിട്ടുണ്ട്. സോ കാരണം സ്കെൽട്ടൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതാണ് നമുക്ക് ആക്ച്വലി യൂസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് അറ്റാക്ക് ആക്ച്വലി ഞാൻ മിസ്സിങ്സ് വന്നു. പിന്നെ സെക്കൻഡ് അറ്റാക്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്തു. അവിടെ കൊണ്ട് മാറ്റി സ്കെൽട്ടൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടാണ് ഡെഡായതിനു ശേഷം കൂടി ആ ബേസ് റീസ്റ്റാർ ചെയ്യാൻ പറ്റി. സോ അതാണ് ആക്ച്വലി സ്കെൽട്ടൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടൊരു മെയിൻ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ. സോ ഞാൻ അറിയുന്ന എന്തായാലും യൂസ് ചെയ്ത് എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ള 2-3 കോമ്പോസാണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നൊരു കോമ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൗണ്ടൻ കോളം വിത്ത് റേജാണ്. സോ ഒരു മൗണ്ടൻ കോളം നമുക്ക് എടുക്കാൻ പറ്റും. കാരണം പറഞ്ഞ മൗണ്ടൻ കോളത്തിൻ്റെ സ്പേസ് തന്നെയാണ്. സോ കാരണം ഓൾമോസ്റ്റ് 160 ആണ് മൗണ്ടൻ കോളത്തിൻ്റെ സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് ദ ലോവസ്റ്റ് ഏറ്റവും സ്പീഡ് പറഞ്ഞ ട്രൂപ്പാണ് നമ്മൾ മൗണ്ടൻ കോളം. സോ മൂവ്മെൻറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 6. ആൻഡ് മൗണ്ടൻ കോളത്തിൻ്റെ എബിലിറ്റി നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലെവലിൻ്റെ വാൾസ് ആയിക്കോട്ടെ മൗണ്ടൻ കോളം അതിൻ്റെ ഡിസ്ട്രോയ് ചെയ്യും. മൗണ്ടൻ കോളം ടച്ച് ചെയ്ത് തന്നെ അത് പൊളിച്ചിരിക്കും. വാൾസിന് ഒരു പ്രശ്നമില്ല. വാൾസ് അതിനൊരു ഡിഫൻസേ അല്ല. മൗണ്ടൻ കോളത്തിൻ്റെ സൈസ് അത് സിമ്പിളായിട്ട് ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഞങ്ങൾ പോകും. സോ എന്തായാലും ഞാൻ സ്റ്റാർമി കോമ്പോ കാണിച്ചു തരാം. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഹോക്സാണ് നമ്മുടെ മൗണ്ടൻ കോളത്തിൻ്റെ ഒപ്പം ഉപയോഗിക്കുക. ആൻഡ് സ്പെൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റേജാണ് ഉപയോഗിക്കുക. സോ ഞാൻ എൻലെസ് ഹേസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. സോ എന്തായാലും എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് നമ്മുടെ റേജ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹേസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 8 ആണ് സ്പീഡ് ഇൻക്രീസ് എന്ന് പറയുന്നത്, 14 ആണ്. ആൻഡ് നമ്മൾ ഡാമേജ് ഇൻക്രീസും കൂടി ഇതിൽ ബോണസായിട്ട് കിട്ടുന്നുണ്ട്. സോ എനിക്ക് എന്തായാലും അത് ബെറ്ററായി തോന്നി. സോ ഹൗസിങ് സ്പേസ് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. സോ അതൊരു കാര്യമേ അല്ല. സോ പിന്നെ ഞാൻ ആക്ച്വലി മൗണ്ടൻ കോളത്തിലുള്ള അഡ്വാൻറ്റേജ് വന്നപ്പോൾ എന്തായാലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. സോ നമ്മൾ വേറെ ഒന്നുമില്ല, ഇൻഫർമോ തന്നെയാണ് ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് മൗണ്ടൻ കോളം. സോ മൗണ്ടൻ കോളം ഇറക്കുന്നതുകൊണ്ട് നമുക്ക് ആക്ച്വലി ബാക്കി വലിയ ആളുകളൊന്നും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ പിന്നെ എൻ്റെ ഇപ്പോൾ ലെവലിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി അറൗണ്ട് ഒരു 80 ഹൗസിങ് സ്പേസ് എനിക്ക് ബാക്കി ഉണ്ടാവും. സോ അതിൽ ഞാൻ ആക്ച്വലി ഹോക്സാണ് മെയിൻ്റെ ഇറക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 5 സ്പേസിന് വേണ്ടിയിട്ട് ഒരു വാൾ ബ്രേക്കറും കൂടി ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരു വാൾ ബ്രേക്കർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൈഡ് ജസ്റ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആണെന്നുള്ള ജസ്റ്റിലാണ് ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത്. സോ സിംഗിൾ ടാർഗറ്റ് ഇൻഫർമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പണി കിട്ടും. നമ്മൾ മൗണ്ടൻ കോളത്തിന് നല്ല രീതിയിൽ ഇൻഫർമോ പണിതുള്ളൊരു കില്ല് ചെയ്തിടും. സോ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോക്സ് വെച്ചിട്ട് തന്നെ വലിയ രീതിയിലൊന്നും വാല്യൂ ഒന്നും കിട്ടത്തില്ല. സോ അപ്പോൾ ഇൻഫർമേഴ്സുള്ള ബേസ് സ്ട്രിക്ട്ലി മൗണ്ടൻ കോളം ഉപയോഗിക്കുമ്പോൾ ഹോക്സോ മറ്റ് ഡിസ്ട്രാക്ഷൻസ് റൂട്ട്സോ എന്തെങ്കിലും ഇല്ലെങ്കിൽ സ്കെൽട്ടൻസോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഫർമോനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ പലരും നിങ്ങൾ ആക്ച്വലി അങ്ങനത്തെ മിസ്റ്റേക്സ് പണി കിട്ടിയതാണെന്ന് കരുതുന്നു. ഇൻക്ലൂഡിങ് മീ, എനിക്ക് സംടൈംസ് അങ്ങനെയൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. സോ അതൊന്നൊരു കാര്യമല്ല. സോ ഈ അടുത്ത അറ്റാക്കിൽ നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കുക. നമ്മൾ ആർമി സേവ് ചെയ്യുകയാണ്. ദിസ് ടൈം നമുക്ക് ആക്ച്വലി ബിൽഡർ വർക്ക്ഷോപ്പിൽ നമുക്ക് അറ്റാക്ക് എടുക്കാം. സോ എഗെയിൻ അടുത്തൊരു ചലഞ്ച് ഇട്ടു. നേരെ നമ്മൾ അടുത്ത അറ്റാക്കിലോട്ട് പോവുകയാണ്. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സൈഡിലോട്ട് ഡിസ്ട്രാക്ഷൻസ് ഒന്ന് അവോയ്ഡ് ചെയ്യാണ്. ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ആക്ച്വലി മൗണ്ടൻ കോളത്തിന് പ്രോപ്പർലി കോറിലോട്ട് പുഷ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഈ ആർമി കോമ്പോയിൽ ഞാൻ ആക്ച്വലി സ്പെൽസ് സ്വാഗ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും മാക്സിമം ടൈം ആക്ച്വലി സ്പെൽസ് ഹോൾഡ് ചെയ്യും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി വീഡിയോ കുറച്ചും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഞാൻ അതേ റേജ് ഇറക്കി കൊടുക്കുകയാണ്. സോ നോക്കുകയാണെങ്കിൽ സിംഗിൾ ടാർഗറ്റ് ഒന്നും തന്നെ ഇല്ല. വലിയ മീൻസ് ഡാമേജ് ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ഒന്നും തന്നെ ഇല്ല. എക്സ്പെഷ്യലി ഇൻഫർമേഴ്സ് ഒന്നും തന്നെ ഇല്ല.
ആക്ച്വലി നമ്മുടെ ബോക്സിനെ ആക്ച്വലി സ്പാം ചെയ്ത് കൊടുക്കുകയാണ്. സോ ഓക്കെ അനദർ റേജ് ഇറക്കി കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ 2 സ്പെൽസ് ഔട്ടായിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റ് ബോൾ ആക്ച്വലി കട്ട് ചെയ്യാം. സോ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫൻസ് ഉണ്ട്. സോ ആക്ച്വലി നമ്മൾ വീണ്ടും ഒന്ന് വാൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ ബ്ലാസ്റ്റ് ബോൾ ഒന്നും കൂടി സ്റ്റണ്ണിക്കാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള ഹോക്സിനും കൂടെ ഇറക്കി കൊടുത്തു. സോ നമുക്ക് 29% ആയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് കണ്ടെങ്കിലും ഡെഡ് ആവാനായിട്ടുണ്ട്. സോ സ്റ്റിൽ കുറച്ച് ഹോക്സ് അലൈവാണ്. സോ 33%, 35% കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ 2 അറ്റാക്കിൽ നമ്മൾ ഹയസ്റ്റ് നോക്കുകയാണെങ്കിൽ 36% ആണ്. സോ നൗ ഇറ്റ്സ് 37%. നമ്മൾ മോണ്ടെങ്കിലും നല്ല രീതിയിൽ വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട്. സോ 39%. സോ സ്റ്റിൽ അലൈവാണ് ഗൈസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഡെഡ് ആവും എന്നുള്ള ലെവലിലാണ് മോണ്ടെങ്കിലും നിൽക്കുന്നത്. സോ 40%. സോ ഇനിയിപ്പോൾ ആക്ച്വലി ഡെഡ് ആയാലും നമുക്ക് ആക്ച്വലി അവിടെയുള്ള ബിൽഡിങ്സിൽ കുറച്ചും കൂടി ഡാമേജ് മോണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. സോ ഗൈസ് 42% മോണ്ടെങ്കിലും എടുത്ത് തന്നിട്ടുണ്ട്. 43%. സോ മോണ്ടെങ്കിലും ഡെഡ് ആയപ്പോൾ ആക്ച്വലി ഒരു 1% ഡാമേജും കൂടി ചേർത്ത് 43% നമുക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കാണിച്ച അറ്റാക്സിൽ നമ്മൾ ഹയസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 43% ആണ്. സോ നമ്മൾ നേരെ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കണം. സോ സെക്കൻഡ് അറ്റാക്കിൽ നമുക്ക് 3 സ്റ്റാർ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയാം. കാരണം വേറെ ഒന്നുമില്ല, ആക്ച്വലി മോണ്ടെങ്കിളത്തിൻ്റെ സ്പീഡ് തന്നെയാണ്. സോ ഏറ്റവും സ്ലോ ആയിട്ടുള്ളൊരു ട്രൂപ്പാണ് നമ്മൾ മോണ്ടെങ്കിളം എന്ന് പറയുകയാണെങ്കിൽ. സോ എന്നാലും നമ്മൾ നേരെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പുറത്തെ സൈഡിലായിട്ട് ആക്ച്വലി മോണ്ടെങ്കിളത്തിന് ഇറക്കി കൊടുത്തിരിക്കുന്നത്. സോ റേജും കൂടെ ഇറക്കി കൊടുക്കുകയാണ്. ഓക്കെ 54% കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പുറത്തോളം ജയിൻറ്റിനോട് ആക്ച്വലി അടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ യെസ് ഇവിടെയുള്ള ബിൽഡിംഗ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾ ബ്രേക്കർ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം വാൾ ബ്രേക്കറെ കൊണ്ട് ആക്ച്വലി മോണ്ടെങ്കിളം യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രയോജനമൊന്നുമില്ല. സോ ഇപ്പുറത്തെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് വരാം. സോ അതേപോലുള്ള ക്ലിയറൻസ് ആണ്, അതേ ഡിസ്ട്രാക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് അങ്ങനത്തെ ചാൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം. സോ എല്ലാ ഡിസ്ട്രാക്ഷനും നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കുന്നുണ്ട്. സോ ഹോക്സ് ആയതുകൊണ്ട് തന്നെ ഡിഫൻസാണ് ടാർഗറ്റ് ചെയ്യുക. സോ പ്രൈമറിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹോക്സ് എടുത്ത് തരുന്നത്. അത് തീർന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹോക്സ് ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ ആക്ച്വലി റൈറ്റ് സൈഡിൽ കുറേയൊക്കെ ഡിഫൻസ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ മോണ്ടെങ്കിളം നോക്കുകയാണെങ്കിൽ ക്യാബിൻസിന് അങ്ങോട്ടാണ് പോകുന്നത്. സോ എന്തായാലും ഞാൻ അടുത്ത റേജ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇപ്പോഴത്തെ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേയേറെ ഡിഫൻസ് ഉണ്ട്. സോ അവിടെ എത്തുമ്പോൾ ആക്ച്വലി റേജ് ബേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊരു അറ്റാക്ക് സ്പീഡും ഡാമേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. സോ അതിനുവേണ്ടി ജസ്റ്റ് ഹോൾഡ് ചെയ്യാണ്. സോ നോക്കുകയാണെങ്കിൽ 74%, 1 മിനിറ്റ് താഴെ ടൈം, 1 മിനിറ്റിനടുത്ത ടൈമുള്ളൂ. സ്റ്റിൽ 74%. മോണ്ടെങ്കിളത്തിൻ്റെ സ്പീഡാണ് ആക്ച്വലി അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജുകളിൽ വേറൊന്ന്. അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ബേസുകൾ പലപ്പോഴും ടൈം ഫെയിലായി 3 സ്റ്റാർ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ 84% കിട്ടിയിട്ടുണ്ട്. 40 സെക്കൻഡ് അടുത്ത ടൈമുള്ളൂ. 85%. മോണ്ടെങ്കിളത്തിൻ്റെ ഹെൽത്ത് സ്റ്റിൽ ഹാഫൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആക്ച്വലി നമുക്ക് ടൈം ഫെയിലായി പോകുന്നതാണ് നമുക്ക് ഇഷ്യൂ പറയുന്നത്. സോ കാണി 25 സെക്കൻഡ്സ് ഉള്ളൂ. 9% ഡിസ്ട്രാക്ഷൻ നമുക്ക് ഉണ്ടാക്കണം. സോ കാണി കോർണേഴ്സിലൊക്കെയാണ് ബിൽഡിങ്സ് ഉള്ളത്. സോ മോണ്ടെങ്കിളം അത്ര സ്പീഡായിട്ട് എത്തുക എന്നുള്ളതാണ്. ആകെ ഒരു 6 ആണ് മോണ്ടെങ്കിളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ റേഞ്ചിൽ വരുമ്പോൾ ആക്ച്വലി ഒരു സ്പീഡ് ഇൻക്രീസ് ഉണ്ടാവും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ആക്ച്വലി ഹേസ്റ്റ് ട്രയൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ആക്ച്വലി ആ ഒരു സ്പെല്ലിൻ്റെ അണ്ടറിൽ പോകുകയാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് അറ്റാക്കിൽ ആ ട്രൂപ്സ് സ്പീഡ് ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി അവർ നല്ല ഹെൽപ്പായിരിക്കും. സോ നോക്കുകയാണെങ്കിൽ 95% ആണ് മോണ്ടെങ്കിളം സ്റ്റിൽ അലൈവാണ്. നമുക്ക് ടൈം ഫെയിലായിപ്പോയി. മോണ്ടെങ്കിളം നമുക്ക് അലൈവായിരുന്നു. സ്റ്റിൽ അറ്റാക്ക് ടൈം ഫെയിലായി കൊണ്ട് തന്നെ നമുക്ക് 95% കിട്ടിയുള്ളൂ. സോ എനിവേസ് നോ പ്രോബ്ലം ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് ചലഞ്ചാണ്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. സോ ആക്ച്വലി ഇപ്പോൾ ഒരു 3-4 ടൈപ്പ് ഓഫ് കോമ്പോസ് കാണിച്ചിരുന്നത് ആക്ച്വലി സൂപ്പർ മൈനേഴ്സ് വിത്ത് ഹെൽത്തൻസ് ആവാം, സൂപ്പർ മൈനേഴ്സ് വിത്ത് ഹീലിംഗ് ആണ്. പിന്നെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോക്സ് വെച്ച് കാണിച്ചിരുന്നു. സോ ഫുൾ ഹോക്സ് വെച്ച് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ആക്ച്വലി ഡ്രാഗൺ പോലത്തെ ആണെങ്കിൽ ആക്ച്വലി നമുക്ക് നമ്മുടെ അത്യാവശ്യം ഹെൽത്തുള്ളതും പിന്നെ ഒരുപാട് സ്പേസ് ഇല്ലാത്തതായിട്ടുള്ള ഡ്രോപ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ 40 സ്പേസ് ഉണ്ട് എങ്കിലും ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൗസിങ് സ്പേസ് ആണ് കമ്പയർ ടു നമ്മൾ മൗണ്ടനുകളൊക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ ആക്ച്വലി നമ്മുടെ ജയിൻ്റ് ആക്ച്വലി നല്ല വർത്തിയായിട്ടുള്ള ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നമ്മുടെ ജയിൻ്റ് സൂപ്പർ ജയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 ഹൗസിങ് സ്പേസ് ഉള്ളൂ. സോ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 40 ഹൗസിങ് സ്പേസ് ഉണ്ട് എങ്കിലും ആക്ച്വലി അത്യാവശ്യം നല്ല ഹെൽത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷീൽഡും ട്രൂപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രയാങ്കിളിൽ.
പിന്നെ നമുക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള ഷീൽഡിംഗ് ട്രൂപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ജെയിൻ തന്നെയാണ്. സോ 10 ഹൗസിംഗ് സ്പേസിൽ ആക്ച്വലി സൂപ്പർ ജെയിനിന് ലെവൽ 4 നോക്കുകയാണെങ്കിൽ ഈ 4000 ഹിറ്റ് പോയിൻറ്റ്സ് ആണുള്ളത്. സോ 4000 ഹെൽത്ത് എന്നുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഭവം തന്നെയാണ്. സോ നമുക്ക് ജെയിൻ സൂപ്പർ ടെക്കിലെ പവർ പെക്ക അതാണ് ആക്ച്വലി. പെക്ക നോക്കുകയാണെങ്കിൽ ലെവൽ 3 ആണ്. അതിൻ്റെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 8.5k ആണ്. 8.5k വെച്ചിട്ടുള്ള ഒറ്റ ട്രൂപ്പർ കെട്ടറാണ് ആക്ച്വലി 4k വെച്ചിട്ട് 4 ട്രൂപ്പർക്കാണ്. കാരണം ഹിറ്റ് പോയിൻറ്റ്സ് കൂടും. ആൻഡ് ആക്ച്വലി നമുക്ക് ഒരു ട്രൂപ്പിനെ ഒരു സ്ഥലത്ത് ഇറക്കാൻ പറ്റും. 4 ട്രൂപ്പ്സാണ് നമുക്ക് എവിടെ വേണോ ഡിപ്ലോയ്മെൻ്റ് ഏരിയ ഉള്ള സ്ഥലത്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ആ ട്രൂപ്പിനെ ഡിസ്ട്രാക്ട് ചെയ്ത് നമുക്ക് കവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ആക്ച്വലി നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ജെയിൻസിന് ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ആർമി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൗണ്ടൻ വാളാണ്. അതുകൊണ്ട് ആക്ച്വലി അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നു. പിന്നെ ഇനിയിപ്പോൾ ആക്ച്വലി ലോവർ ക്യാപിറ്റൽ ഹോൾസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി യൂസബിൾ ആയിട്ടുള്ളൊരു കോംബോ നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഹൗസിംഗ് സ്പേസ് എത്രയാണ് നോർമലി സോൺ എക്സാക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. സോ ഏകദേശം ഞാൻ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 7 ജെയിൻസ് വിത്ത് ബാക്കി സൂപ്പർവൈസസ് ആണ്. സോ 7 സൂപ്പർവൈസസ് അല്ലെങ്കിൽ 7 ജെയിൻസ് വിത്ത് 2 ആർച്ച് സെറ്റ്. സോ പിന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ 6 സൂപ്പർ ജെയിൻസ് വിത്ത് 1 to ആർച്ചേഴ്സ് നമ്മുടെ ബാറ്റിൽ റാം പിന്നെ കുറച്ച് വിസാർഡ്സ് അങ്ങനെയൊക്കെ ആക്ച്വലിയുള്ള കോമ്പോസാണ് ഞാൻ യൂസ് ചെയ്തത്. സോ അക്കോർഡിംഗ് ടു ബേസ് ഞാൻ ആക്ച്വലി അത് സ്വാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതൊരു ആർമി കോമ്പോ പെർഫെക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സ്പെൽസ് നോക്കുകയാണെങ്കിൽ ആ ടൈമിൽ ആക്ച്വലി നമുക്ക് ഹീലിംഗ് സ്പെൽ മാത്രമേ അൺലോക്ക് ആകത്തുള്ളൂ. പിന്നെ ജംപ് സ്പെൽ ഐ തിങ്ക് നമ്മുടെ വിസാർഡ് വാലിയിലാണ് അൺലോക്ക് ആവുന്നത് തോന്നുന്നു. വിസാർഡ് വാലിയിലാണ് ആക്ച്വലി ജംപ് സ്പെൽ അൺലോക്ക് ആകുന്നത്. സോ അതായിരിക്കും ആക്ച്വലി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹീലിംഗ് സ്പെല്ലേ ഉള്ളൂ. സോ എന്തായാലും ആക്ച്വലി ഹീലിംഗ് സ്പെല്ല് തന്നെ നമ്മുടെ ജെയിൻസിലൊക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കോമ്പോ നോക്കണം. കാരണം ജംപ് സ്പെല്ല് ഉപയോഗിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു സ്ഥലത്ത് നമുക്ക് വാള് ജമ്പായി പോകും. സോ അതിന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വാള് പൊട്ടിച്ചും പോകാമല്ലോ. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ വാൾസൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. സോ ജെയിൻസിൻ്റെ കൂടെ ആക്ച്വലി ജംപ് സ്പെല്ല് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ആക്ച്വലി അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ജംപ് സ്പെല്ല് എവിടെ യൂസ് ആവും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹയർ ടൗണുകളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വാൾസ് ലെവൽ 5 ഒക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി അതൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ നല്ല പാടായിരിക്കും. നല്ല ഹിറ്റ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വാൾസിന്. സോ അവിടെയൊക്കെ സിറ്റുവേഷൻ നമുക്ക് ആക്ച്വലി ജംപ് സ്പെല്ല് നല്ല ഉപയോഗമാണ്. ലോവർ ടൗൺ ഹോൾസിന് അത്ര വലിയ ഉപയോഗമൊന്നുമില്ല. സോ അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് അറിയാവുന്ന കുറച്ച് ആർമി കോമ്പോസ് എന്ന് പറയുകയാണെങ്കിൽ. സോ നമുക്ക് പിന്നെ നമുക്ക് ആക്ച്വലി ഡിഫോൾട്ട് ലേഔട്ട്സാണ് എല്ലാവർക്കും കുറച്ച് അറ്റാക്ക് ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവും. കാരണം കസ്റ്റം ലേഔട്ട്സ് എവിടെ എന്ത് ട്രാക്സ് ഡിഫൻസ് കാര്യങ്ങളൊക്കെ പല രീതിക്ക് മിസ്പ്ലേസ് ആയിരിക്കും. സോ നമുക്ക് ആക്ച്വലി അത് അറ്റാക്ക് ചെയ്യുന്നത് ആക്ച്വലി കുറച്ചുകൂടി നമുക്ക് കഷ്ടപ്പാടുള്ള കാര്യമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത് ലോവർ ക്യാപിറ്റൽ ഹോൾസിലൊക്കെ ആക്ച്വലി അടുത്തടുത്ത് ബിൽഡിങ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർവൈസ് പറഞ്ഞാൽ സിമ്പിളായിട്ട് 4 സ്പെല്ലേ യാസ് ചെയ്യും. ടപ്പ അടിച്ചങ്ങ് തൂഫാനാക്കും. സോ സിമ്പിളായിട്ട് എല്ലാ ബേസും എടുത്തതിന്. സോ ഹയറിൽ നോക്കാം ക്യാപിറ്റൽ ഹോൾസ് ആക്ച്വലി കുറച്ചൊരു ഡിഫറൻ്റാണ്. കാരണം നമ്മുടെ ഡിഫൻസ് എല്ലാം തന്നെ പുതിയ ഡിഫൻസ് മറ്റു കാര്യങ്ങളായ നമ്മുടെ ബ്ലാസ്റ്റോ ജെയിൻകാനോൺ ഇൻഫെർണോ അതേപോലെ നമ്മൾ ബോസ്റ്റുകൾ എല്ലാ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമുക്ക് വരുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ആർമിക്ക് ഡാമേജ് ആയിട്ട് ഡെഡായി പോകും. അവിടെ നമുക്ക് അതൊരു സൂപ്പർവൈസൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ആക്ച്വലി ഷീൽഡിങ് ട്രൂപ്പ്സ് ആയിട്ടുള്ള നമ്മൾ ജെയിൻറ്റ് ടെക്ക അല്ലെങ്കിൽ നമ്മുടെ മൗണ്ടൻ കോളം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സൂപ്പർവൈസിന് റെക്കോർഡ് ചെയ്യാം. പക്ഷേ ആക്ച്വലി നമ്മുടെ ഷീൽഡിങ് ട്രൂപ്പ്സ് ആയിട്ടുള്ള ജെയിൻസ് അതുപോലെ നമ്മുടെ ടെക്ക മൗണ്ടൻ കോളം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും സൂപ്പർവൈസിന് അങ്ങനത്തെ ബേസിൽ റെക്കോർഡ് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് അതിന് ആക്ച്വലി ഡാമേജ് വരും. ഇങ്ങനെ ഡാമേജ് ചെയ്തിട്ട് ഡെഡായി പോകുമ്പോൾ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. സോ പൈസ നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി അറിയാവുന്ന കുറച്ച് ടിപ്സ് കുറച്ച് ആർമി കോമ്പോസ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്കറിയാത്ത ആക്ച്വലി ആർമി കോമ്പോസ് പലതും ഉണ്ടാകും. സോ അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ആർമി കോമ്പോസ് അറിയാമെങ്കിൽ ആർമി കോമ്പോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആക്ച്വലി സോ ലിങ്ക്സായിട്ട് ആക്ച്വലി നമ്മളെ കമൻസിൽ ഇടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെക്കൗട്ട് ചെയ്യുന്നതാണ്. സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റായിട്ടൊന്ന് അറിയിക്കാം. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആക്ച്വലി ഏതെങ്കിലും സംഭവം ആക്ച്വലി ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റേറ്റ്സ് ആണെങ്കിൽ അതൊക്കെ ഒരു വീഡിയോ ചെയ്തു. ഒരു മുന്നേ ആക്ച്വലി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഇൻക്ലൂഡ് ആക്കാതെ എന്തെങ്കിലും സംഭവം നമുക്ക് ആക്ച്വലി ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ ആക്ച്വലി അതിന് സൊല്യൂഷൻ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.